ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അരിയുണ്ടയുടെ റെസിപ്പിയാണ്. ഈ രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ടേരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് കഴുകി വാരി ഒരു അരിപ്പക്കകത്തോട്ട് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മളിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെക്കുക. അപ്പോൾ കടായിലേക്ക് നമ്മൾ അരിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാൻ പാടുള്ളൂ. പിന്നീട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടെല്ലാം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നീട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് പൊടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റൗ ഓഫ് ചെയ്ത സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പൊടി കുഴക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. പിന്നീട് അതേ കടായിലേക്ക് തന്നെ അരി എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷായ തേങ്ങ വേണം എടുക്കാൻ. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ഉള്ള തേങ്ങ എടുക്കരുത്, ഫ്രഷായിട്ട് തന്നെ തേങ്ങ എടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് കളർ മാറി വരുന്ന സമയത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്കും അതും നമ്മൾ അങ്ങോട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിലക്കടല വറുത്തെടുത്താലും മതി. അപ്പോൾ ഒരു 5-10 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതും ഒന്ന് കോരി മാറ്റുക. പിന്നീട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുക്കി വരുന്ന സമയത്തേക്കും നമ്മളുടെ വറുത്ത് വെച്ച അരിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അതിലേക്ക് ഒരു പ്രാവശ്യം പൊടിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ വെല്ലമൊക്കെ ഇവിടെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് അരിപ്പക്കകത്ത് അരിച്ച് മാറ്റുക. അതിലും കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മളെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളെ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ കൈ വെച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മളതിനെ ഓരോ ബോളുകളാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത് ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മളങ്ങനെ ബോളാക്കി എടുക്കുക. അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയുണ്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.